വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ ഒരു റാലിയിൽ വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം. കാരണം ഒരുപാട് അർത്ഥഗർഭങ്ങൾ ഉള്ള പ്രസംഗമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ നരേന്ദ്രമോദി ഒറ്റ വാക്കിൽ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചു കളഞ്ഞു. കാരണം ഒറ്റ വാക്കേ നരേന്ദ്രമോദി പറഞ്ഞുള്ളൂ, പക്ഷെ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായിട്ട് വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ആയിരുന്നാലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വാർത്താ ഫീഡിലൊക്കെ വരുന്നത് അത്തരത്തിലുള്ള റീലുകളും, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും റീലുകളും കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. ട്വിറ്റർ പോയാലും ഫേസ്ബുക്ക് പോയാലും കൂ പോയാലും എല്ലായിടത്തും പോയാലും, ഇപ്പം വാട്സപ്പ് പോയാൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ ആൾക്കാരും അയച്ചു തരുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാം ഞാൻ കഴിഞ്ഞ ദിവസം തുറന്നപ്പോൾ അതിനകത്ത് കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ പോകുന്നു. ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല ലിറ്ററലി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്ര വലിയ ട്രെൻഡിംഗ് ആയിട്ടൊരു സാധനം. അപ്പൊ ഇത് ട്വിറ്ററിലാണ് ഇതിന്റെ ഉത്ഭവം. പ്രധാനമന്ത്രിയെ വധിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നു. പക്ഷെ ആ ശ്രമം തടഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്, KGB ആണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കോൺസ്പിറസി തിയറീസ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നു. അപ്പോ നമുക്ക് ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. കാരണം ഈ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തങ്ങ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല നമുക്കുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ആ വിഷയം നിരീക്ഷിച്ച് അതിനകത്ത് എന്താണ് സംഭവമെന്ന് കൃത്യമായിട്ട് പഠിച്ച് തെളിവുകളൊക്കെ കളക്ട് ചെയ്ത ശേഷം കൃത്യവും വ്യക്തവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ധർമ്മസ്ഥലയൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ധർമ്മസ്ഥലയിൽ നമ്മൾ എന്താണ് ചെയ്തത്? ധർമ്മസ്ഥലയെ എല്ലാവരും എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ ആ വിഷയം കൊണ്ടുവന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്ന ഒരു ധർമ്മസ്ഥലയുടെ വിഷയം നമ്മുടേതായിരുന്നു. അതിനുശേഷം ധർമ്മസ്ഥലയിൽ നിന്ന് 2 അസ്ഥി കൂടെ കിട്ടിയപ്പോൾ ഈ സുഡാപ്പികളൊക്കെ വന്ന് നമ്മുടെ ചാനലിന്റെ താഴെ തെറി തന്നെയായിരുന്നു. കാരണം കണ്ടോടാ അസ്ഥി കിട്ടി എന്നൊക്കെ പറയാം. അതിനുശേഷം പിന്നീട് ആ സ്റ്റോറി മാറി വന്നു. അങ്ങനെ അവസാനം അത് അവസാനിച്ചു. ഒരിടത്തും ഒന്നുമില്ലാതെ, ഒരു എവിഡൻസും ഇല്ലാതെ അവസാനിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു ചായയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് 1 GB ഡാറ്റ ലഭിക്കുമെന്ന് ഒരു ചായക്കടക്കാരൻ ഉറപ്പാക്കി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആർക്കും മനസ്സിലാവുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പണ്ഡിതൻ മുതൽ പാമരൻ വരെയും ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബീഹാറിലെ യുവാക്കൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിച്ചതെന്നും റീലുകളും മറ്റും BJP NDA സർക്കാരിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. റീലുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവജനത ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും റീലുകളിലൂടെയും ഒക്കെ എത്രയാണ് സമ്പാദിക്കുന്നത്, ഇതൊക്കെ യുവജനതയ്ക്കുള്ളതാണ് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. സമസ്തിപൂരിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ നിങ്ങൾക്ക് റാന്തൽ എന്തിനാണ്? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ റാന്തൽ എന്തിനാണ്? പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്ത്യയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പൊളിറ്റിക്കൽ ചരിത്രത്തിന്റെ ആകെ തുകയാണ് ഈ 2 വാക്കിലിരിക്കുന്നത്. എന്തിനാണ് ഈ റാന്തൽ? നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും ആ സ്മാർട്ട് ഫോണിലെ ലൈറ്റ് ഒന്ന് മിന്നിക്കൂ, എന്നിട്ട് മുകളിലേക്ക് ഒന്ന് വീശി കാണിക്കൂ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്? ഈ സ്മാർട്ട് ഫോൺ, റാന്തൽ, നമുക്കറിയാം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചിഹ്നങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ റാന്തൽ എന്ന് പറയുന്ന ചിഹ്നം ആരുടെ ചിഹ്നമാണ്? നമ്മുടെ CPM ഇപ്പോഴും ഉപയോഗിക്കുന്നത് അരിവാൾ ചുറ്റികയാണ്, അരിവാൾ നെൽക്കതിരാണ്. ഈ റാന്തല് വന്നു, അതിനുശേഷം ടോർച്ച് ഉണ്ടായിരുന്നു, അതിനുശേഷം നമ്മുടെ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ചിഹ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഇതിലെ ഈ അന്തരാർത്ഥം എന്താണ്? ഈ ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സംഭവം, ഈ രാഷ്ട്രീയത്തിന്റെ ആകത്തുക എന്താണ്? ഇന്ത്യയില് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ, ആ ചിഹ്നങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ പാർട്ടികൾ കാലഹരണപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്ന അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് കേരളത്തിലെ പാർട്ടിയുടെ ചിഹ്നം. CPM-ന്റെ ഭരിക്കുന്ന പാർട്ടിയാണ്, റൂളിംഗ് പാർട്ടിയാണ്. ഈ അരിവാൾ ചുറ്റിക അധസ്ഥിത വർഗ കർഷകരുടെ സിമ്പലായിട്ടാണ് ഇവരത് യൂസ് ചെയ്തിരുന്നത്. ഇന്ന് ഈ അരിവാൾ എന്ന് പറയുന്നത് ഈ CPM-ന്റെ ചിഹ്നത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം അതുകൊണ്ട് കൊയ്യേണ്ട നെൽപ്പാടങ്ങളൊന്നും ഇന്നിപ്പോ കേരളത്തിൽ ഇല്ലാത്ത ഒരവസ്ഥ. ഇത് തന്നെയാണ് CPI-യുടേത്. അരിവാളും നെൽക്കതിരുമാണ്. നെൽക്കതിരും CPI-യുടെ ആ ചിഹ്നത്തിൽ മാത്രമേ ഉള്ളൂ. അവരുടെ പാർട്ടിയാണ് ഇപ്പോൾ കൃഷിമന്ത്രി എന്നും കൂടെയുണ്ട്. ഒരു കാലത്ത് കുട്ടനാടും പാലക്കാടും ഒക്കെ കേരളത്തിന്റെ നെല്ലറകൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്ന് നമുക്ക് പാടങ്ങൾ കാണുക പ്രയാസകരമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടാണ് സിനിമാക്കാർ പോലും ഇപ്പോൾ ഈ പുഞ്ച പാടങ്ങളും മറ്റുമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്.
ചിലതൊക്കെ സെറ്റിട്ടാണ് അവർ എടുക്കുന്നത്. ഈ AI ഒക്കെ ഗ്രാഫിക്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് സിനിമാക്കാരൊക്കെ അത്തരത്തിലേക്ക് നീങ്ങുന്നത്. ആ ആ ഒരു എന്നും നമ്മളൊരു ഒരു 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 പ്രസ്ഥാനത്തിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അതിന് ഉത്തേജനം നൽകേണ്ട ഒരു പ്രധാന ഘടകമായ ചിഹ്നം തന്നെ വിളിച്ചു പറയുന്നു, കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചോതുന്ന ഒന്നാണ് ആ ചിഹ്നം. മറ്റൊന്ന്, നമ്മൾ ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നമാണ്. സൈക്കിളിൽ നിന്ന് ഇന്ത്യൻ ജനത, യുവത്വം ബഹുദൂരം മുൻപോട്ട് പോവുകയും ഇന്ത്യൻ യുവത വലിയ വലിയ ബൈക്കുകളെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല അത് സ്വന്തമാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരുടെ നൊസ്റ്റാൾജിയ മാത്രമായ ഒരു സൈക്കിളാണ് സമാജ്വാദി പാർട്ടിയുടെ ഈ UP ചിഹ്നം എന്നാണ്. അതായത് കാലഹരണപ്പെട്ടു. അത് കാണുമ്പോൾ തന്നെ യുവതലമുറ ഏത് രീതിയിലായിരിക്കും അവർ റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികം മാത്രമാണ്. കാലഹരണപ്പെട്ട ഒരു ഉപകരണമാണ് ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നത് പറയുമ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രവും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്നും അവർ ആ സൈക്കിൾ യുഗത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കൗതുകകരം. ഇനി റാന്തലിനെ കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഈ റാന്തൽ വിളക്കുകൾ നമുക്കറിയാം ബീഹാറിന് മാത്രമല്ലായിരുന്നു, നമ്മുടെ രാജ്യത്തെ എല്ലാ വീടുകളിലും വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന ഒരു വസ്തുവാണ് ഈ റാന്തൽ വിളക്ക്. അത് എന്നേ പോയി മറഞ്ഞു. ഇപ്പോഴും ബീഹാറിൽ ആ ഇരുണ്ട യുഗത്തിന്റെ റാന്തൽ വിളക്കുമായിട്ടാണ് ലല്ലു പ്രസാദ് നടക്കുന്നത്. അവിടൊക്കെ എത്രയോ ഡെവലപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 ആയെന്നോ ഇല്ലെങ്കിൽ ഇപ്പോ ന്യൂയോർക്ക് സിറ്റി ആയെന്നോ അല്ല ഞാൻ പറഞ്ഞത്. കാരണം ബീഹാർ കണക്കുള്ള ഒരു സംസ്ഥാനത്തെ 10 വർഷം മുമ്പ് ആ ബീഹാറിൽ പോയ വ്യക്തികൾക്ക് അറിയാം അതെന്തായിരുന്നു ആ സംസ്ഥാനമെന്ന്. ഇപ്പോഴെന്താണ് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ജേർണലിസ്റ്റ് അവിടെ പോയിട്ട് മാലിന്യങ്ങൾ നിറഞ്ഞ കിടക്കുന്ന സ്ഥലം നിന്ന് അതിലെനിക്ക് ആ ജേർണലിസ്റ്റ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് PMY, അതായത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന കിട്ടിയ വീടാണ് എന്ന് പറയുന്നു. ആ ജേർണലിസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വീട് ആ സ്ഥലത്ത് എത്താനായിട്ട് 70 വർഷം ആ ദമ്പതികൾക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് വീട് തേച്ചതോ തേക്കാത്തതോ എന്നല്ല, അത്രയും ഇഷ്ടിക കെട്ടിപ്പോങ്ങിയ ഒരു വീട് ആ സ്ഥലത്ത് വരണമെങ്കിൽ ഇത്രയും വർഷം, അതായത് 11 വർഷം വേണ്ടി വരുന്നു നരേന്ദ്രമോദി കയറിയിട്ട്. അതിനു മുമ്പുള്ള ഒരു 60 വർഷക്കാലം അവർ എവിടെയായിരുന്നു കഴിഞ്ഞതെന്നും കൂടി തിരക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവിടുത്തെ മാലിന്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ബീഹാറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നരേന്ദ്രമോദി ശൗചാലയം നൽകിയപ്പോൾ എല്ലാവരും കളിയാക്കി, എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. നമുക്ക് തന്നെ അറിയാം 12 കോടി ശൗചാലയങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ എന്തെല്ലാമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന്. ഈ വടിയരികിൽ അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് വേണ്ട രീതിയിൽ എല്ലായിടത്തും എത്താത്തത് കൊണ്ടാണ്. അത് എല്ലായിടവും ഈ വികസനം എത്തുക എന്ന് പറഞ്ഞതിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലായിടത്തും എത്തിയിട്ടില്ല. അതിന് അനവധി കാരണങ്ങൾ തന്നെയുണ്ട്. അത് ഒന്ന്. ഇനി ഈ കക്കൂസിനെ കുറിച്ച് വിലപിക്കുന്നവർ, ഈ അമ്പലപ്പുഴയിൽ തകഴി എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഏതാണ്ട് 2 വർഷം മുമ്പ് ഒരു വാർത്തയായിരുന്നു, 21 കുടുംബത്തിന് കക്കൂസില്ല. അവരിപ്പോഴും പുറത്തു പോയിട്ടാണ്. അവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പം ആ ഒരു വാർത്ത അന്ന് ഞാൻ ചെയ്തിരുന്നു. ഇപ്പൊ ഇനി അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ അതിന്റെ കാലഹരണപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന ഇതേപോലെയുള്ള ചിഹ്നങ്ങൾ തന്നെ ആ പാർട്ടി എത്രത്തോളം തകർന്നു ഇനി ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് കൈപ്പത്തിയാണ്, എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉള്ളതാണ്. അത് സജീവമായി തന്നെ നിലനിൽക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഊർജ്ജസ്വലതയുടെ ഒരു പ്രതീകമായിട്ട് തന്നെ എന്നെ കാണേണ്ടി വരും. താമര ഒരു പക്ഷെ പുറത്ത് കണ്ടില്ല എങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും എല്ലാ ദൈവങ്ങളുടെ പടമുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നതും, ഇല്ലെങ്കിൽ അത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ചിഹ്നമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ചിഹ്നങ്ങൾ തന്നെ, ആ ചിഹ്നത്തെയാണ് പ്രധാനമന്ത്രി ഇന്നലെ, അതായത് കാലഹരണപ്പെട്ട ചിഹ്നം. ഇനി റാന്തൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാന്തലിന്റെ കാലഘട്ടം പോയി. എല്ലാവരുടെയും കയ്യിൽ തന്നെ ലൈറ്റ് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റാന്തൽ വേണമെന്നാണ് ചോദിച്ചത്. അതെ, മോദി ഈ പറഞ്ഞ ഈ റാന്തൽ വിട്ടിട്ട് ഈ ടോർച്ച് സ്മാർട്ട് ഫോൺ വന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ സംഭവത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ജാതി രാഷ്ട്രീയത്തിനും ദളിത് രാഷ്ട്രീയത്തിനും, ഈ ജാതി രാഷ്ട്രീയത്തിന്റെ ഒരു ഷിഫ്റ്റ് കൂടെയാണല്ലോ ഇത് യഥാർത്ഥത്തിൽ. ദളിത് രാഷ്ട്രീയത്തിന്റെ കൂടെ ഒരു ഷിഫ്റ്റ് കൂടെയാണല്ലോ. റാന്തൽ ഉണ്ടായിരുന്ന കാലത്തെ അവിടുത്തെ ജാതി രാഷ്ട്രീയം എങ്ങനെയായിരുന്നു, ദളിത് രാഷ്ട്രീയം എങ്ങനെയായിരുന്നു, അവിടെ നിന്നും അവരുടെ കയ്യിലേക്ക് സ്മാർട്ട് ഫോൺ എത്തുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ടെക്നോളജി വികസിക്കുമ്പോഴാണ് പല നമ്മൾ അനുഷ്ഠിച്ചു വന്നിരുന്ന പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം മാഞ്ഞു പോകുന്നത്. 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ടെക്നോളജി വികസിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെയല്ല, ലോകത്തിന്റെ ഒരു ക്രമം ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ റാന്തലിൽ നിന്ന് അവർ സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ജാതി രാഷ്ട്രീയത്തിനും അവിടെയുള്ള ഈ ദളിത് രാഷ്ട്രീയത്തിനും എങ്ങനെയാണ് മാറ്റം വന്നത്? ഈ BJP അവിടെയുള്ള ജാതി സമവാക്യങ്ങളെല്ലാം എങ്ങനെയാണ് അവർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ഇന്ന് ഈ ജാതീയത, അതായത് അവർണൻ, സവർണൻ, ദളിതൻ എന്നൊക്കെ പറയുന്ന 2 വിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഇവാഞ്ചലിസ്റ്റുകൾ, മതപരിവർത്തനം നടത്തുന്ന വിഭാഗവും അവരുടെ പ്രചാരണ വിഭാഗങ്ങളുമാണ് പറയുന്നത്. മറ്റൊന്ന്, കാരണം അവർ ഈ മതം മാറ്റുന്നതിന് കാരണമായിട്ട് പറയുന്നത് ഇതാണ്, മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്.
അവരെ ഇതിൽ കൂടെ, കാരണം അവരൊരു കണക്ക് വെച്ചിട്ടുണ്ട്, മുസ്ലിംസും ദളിതരും OBCയും അവരും ഇവരും എല്ലാം കൂടെ ചേർന്നാൽ ഇന്ത്യൻ ഭരണം പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ദളിതരെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ബാക്കി എങ്ങും ഇത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷമോ കോൺഗ്രസോ മറ്റു മുഖ്യധാര പാർട്ടികളൊന്നും ഇപ്പോൾ ഈ അവർണൻ, സവർണൻ, ദളിതൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു വലിയ മാറ്റമാണ്. ഈ പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു വലിയ മൂവ്മെന്റ്, ഈ ജാതി രാഷ്ട്രീയത്തിനപ്പുറം ഇന്ത്യയിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് നാരീ ശക്തിയാണ്. സ്ത്രീകളുടെ ഒരു വോട്ട് ബാങ്ക് വലിയ രീതിയിൽ സാംശീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മൾ നോക്കിക്കോ, ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ 205 പദ്ധതികൾ വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 205 പദ്ധതികൾ, അതായത് പെൺകുട്ടികൾ മുതൽ ഒരു ബാക്കി മുകളിലൊക്കെ പോകുന്ന വ്യക്തികൾക്കുള്ളതാണ്. 50,000 മുതൽ 50 ലക്ഷം രൂപ വരെ ദളിത് പെൺകുട്ടികൾക്ക് മാത്രം സബ്സിഡിയോടുകൂടി പലിശയില്ലാതെ ലോൺ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഇവിടെ എത്ര പേര് അത് വാങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് വലിയ രീതിയിലുള്ള മാറ്റം UP അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്ത്രീകളുടെ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ശിവരാജ് സിംഗ് ചൗഹാൻ തോറ്റു തുന്നം പാടുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തെ ജയിപ്പിച്ചത് സ്ത്രീകളായിരുന്നു. വലിയ രീതിയിൽ സ്ത്രീകൾ വോട്ട് ചെയ്യുകയും ശിവരാജ് സിംഗ് ചൗഹാൻ ജയിക്കുകയും ചെയ്തിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ സ്ത്രീ വോട്ടർമാരുടെ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം സൃഷ്ടിച്ചു. അതോടുകൂടി തന്നെ ജാതി രാഷ്ട്രീയ അല്ലെങ്കിൽ ജാതി വോട്ട് ബാങ്കിന് വലിയ പവർ ഇല്ലാതായി. മറ്റ് ഒന്ന്, യൂത്തിന്റെ ഒരു വലിയ സംഘത്തെ സൃഷ്ടിച്ചെടുക്കാൻ. ഇന്നലെ BBC-യുടെ തന്നെ ഒരു ലേഖനത്തിൽ അവർ പറയുന്നു, ഇന്ത്യയിലെ 40% യൂത്തും BJP-ക്കൊപ്പമാണ് എന്ന് അവരുടെ ഒരു സർവേ നടത്തി അവർ പറയുന്നു. അതായത് യൂത്തിനെ ആകർഷിക്കാനായി പുതിയ ടെക്നോളജികളും വികസനവും 5Gയും 6Gയും ഒക്കെ വരികയും അവർക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ കഴിയുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റികൾ ഈ രാജ്യത്ത് കൊടുക്കാൻ കഴിയും. ഇപ്പൊ കേരളത്തിൽ എന്ന് ചോദിച്ചു എന്ത് ഫെസിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ വാതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ കമ്പനി ഇട്ട് തരാൻ മോദിക്ക് പറ്റില്ലല്ലോ. പണി അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങണം. അതായത് കേരളമൊക്കെ ഒന്ന് വിട്ടു നോക്കണം. അപ്പൊ എവിടെയെങ്കിലൊക്കെ ജോലി കിട്ടും. അപ്പം ഈ മേഖല ഇത് പറയുമ്പോഴാണ്, ഈ ഗുജറാത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഈ ടയർ കടകളുണ്ട്. ഈ ടയർ കമ്പനിയുള്ള കടകൾ ഭൂരിപക്ഷവും മലയാളികളുടേതാണ്. എങ്ങനെയാണ് ഈ കഥ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാം അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ളവരൊന്നും അല്ല, അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഒന്നുമുള്ളവരല്ല ബഹുഭൂരിപക്ഷം പേരും. അവർ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ പഞ്ചർ ഒട്ടിക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം അവിടെ ഈ റോഡരികിൽ ഉണ്ട്. വലിയ ഹൈവേ ആണ്, അനവധി ട്രക്കുകൾ പോകുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണല്ലോ ഗുജറാത്ത്. അപ്പോൾ പോകുന്ന ട്രക്കുകൾക്ക് പഞ്ചറൊട്ടിച്ച് തുടങ്ങിയതാണ്. ഇന്ന് അവർക്കൊക്കെ പലർക്കും വലിയ ഷോറൂമുകളുണ്ട്, കടകളുണ്ട്, അതിനോട് ചേർന്ന് തന്നെ ചെറിയ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവർ ആ രീതിയിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തേടിപ്പോകണം നമ്മുടെ അന്നം. അതല്ലാതെ അന്നം ആരും വായിൽ കൊണ്ട് വെക്കില്ല. ഇപ്പോഴും 15 ലക്ഷം രൂപ മോദി പോക്കറ്റിട്ട് തരും, പിന്നെ എനിക്ക് സഞ്ചരിക്കാൻ കാറും ഫ്രീ പെട്രോൾ, അതാണ് പറയുന്നത്. ഏറ്റവും വലിയ രസം ഫ്രീ പെട്രോൾ തരും എന്നുള്ളതാണ്. ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയുടെ ഓയിൽ തടയുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഓയിൽ തടഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഓയിലിന്റെ ഈ വില കൂടിക്കഴിഞ്ഞാൽ ഒരു $100 $150 ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന ഈ രാജ്യത്തെ ജനങ്ങളാണ്. ഇത്രയും വർഷമായിട്ട് പെട്രോളിന്റെ വില ഉയർന്നിട്ടില്ല, കേരളം ഒഴിച്ച് ഉയർന്നിട്ടില്ല. അപ്പോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഇനി അത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും കൂടെ ആലോചിക്കണം. അപ്പോഴും ഈ ട്രംപ് എന്ന് പറയും. അപ്പൊ ഇവർ നേരെ തിരിച്ചിടും. അപ്പോൾ ഇവർ പറയും, കണ്ടോ മോദി ഞങ്ങൾക്ക് വില കുറച്ച് തരണം, വില കുറച്ച് തരണം. അങ്ങനെയല്ല, അത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ബോധവും വിവരമുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ BJP മിക്കവാറും എല്ലാ സ്റ്റേറ്റ് ജയിക്കുന്നതും തുടർച്ചയായിട്ട് അവർ ഭരിക്കുന്നു. പൊട്ടന്മാരായിട്ടുള്ള ജനം ആയിരിക്കത്തില്ലല്ലോ എന്തായാലും. അപ്പം ഈ ജാതി രാഷ്ട്രീയത്തെ, ആ യൂത്തിനെയും നാരീശക്തിയെയും കൊണ്ട് 2 വലിയ വോട്ട് ബാങ്കുകൾ ഇന്ത്യയിൽ സൃഷ്ടിച്ചെടുത്തതോട് കൂടി തന്നെ വലിയൊരു അളവ് വരെ ഈ ജാതി രാഷ്ട്രീയം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ മത സാമുദായിക നേതാക്കളുണ്ട്. ആ നേതാക്കളെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൊയ്തിരുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് നോക്കൂ ധനുഷ്, ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിലെ 2 പ്രബല സമുദായങ്ങൾ NSSും SNDP സൈഡായില്ലേ? ഇപ്പോഴവരുടെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേൾക്കാറുണ്ടോ? പ്രസ്താവന കേൾക്കാറുണ്ടോ? ശക്തി പ്രകടനം കാണാറുണ്ടോ? വെല്ലുവിളികൾ കേൾക്കാറുണ്ടോ? ഇല്ല, സൈഡായി അവര്. ഇതാണ് ഈ രാജ്യത്ത് നടന്നത്. ഇത് CPM ഭരിക്കുന്ന കേരളത്തിലെ കാര്യം പറഞ്ഞു, അവർ സൈഡായി. അപ്പൊ ജാതി രാഷ്ട്രീയത്തിന് വിലപേശാൻ തക്ക കപ്പാസിറ്റി ഈ കേരളത്തിൽ ഇല്ല എന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു, കേരളം പോലും. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അത് എത്രത്തോളം മാറ്റമാണ് അത് വരുത്തിയത് എന്നുള്ളതാണ്. പസ്മന്ത മുസ്ലിങ്ങളെ അടക്കം പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അതിന് വേറോട്ടുണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ ജാതി രാഷ്ട്രീയം പോയതും. ഇന്ന് ഏറ്റവും പിന്നെ മറ്റൊന്ന് അവർ ചെയ്തത്, ഈ ജാതി രാഷ്ട്രീയത്തെ തൂത്തുകളയുകയല്ലായിരുന്നു. ഇന്ത്യയിലെ ഗോത്രവർഗത്തിന്റെ ഒരു വനിതയെ പിടിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു OBC-കാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ജൈൻ വിഭാഗത്തിൽ വരുന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നോക്ക എം പിമാരുള്ളത് MLA-മാരുള്ള ഒരു പാർട്ടി BJP. എങ്ങനെ MP-മാരും MLA-മാരും ജയിച്ചു എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. വെറുതെ ജയിച്ചതല്ല അവരെ ജനറൽ സീറ്റുകളിലാണ് മത്സരിച്ചത്. കേരളത്തിൽ പോലും എത്ര ജനറൽ സീറ്റിൽ ഒരു പട്ടികജാതിക്കാരനെ മത്സരിപ്പിക്കും? സംവരണം ചെയ്ത സീറ്റ് മാത്രമേ അവരെ മത്സരിപ്പിക്കൂ. ഏതെങ്കിലും ഒരു മെയിൻ സീറ്റ് മത്സരിക്കും, നേമത്ത് മത്സരിപ്പിക്കും, പട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ ജില്ലയിലും എടുത്ത് മത്സരിപ്പിക്കും. ഇവിടെ എവിടെയെങ്കിലും മത്സരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ BJP-ക്ക് എങ്ങനെയാണ് MP-മാരും MLA-മാരും കൂടി അവർ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചു. അപ്പൊ അവർക്കാണോ ഈ അവർണ സവർണ ജാതി വ്യത്യാസമുള്ളത്? മറ്റുള്ളവർക്കാണോ? ഈ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതൻ പറയാൻ എത്ര വർഷം എടുത്തു? എല്ലാരും കൂടെ പറഞ്ഞും പത്രത്തിൽ എഴുതി ഒടുവിൽ ഒരാൾ വന്നു, അല്ലെ? ഇവിടെ ആരും കഴിവില്ലാഞ്ഞിട്ടാണോ? എത്രയോ പേരുണ്ടായിരുന്നു, ആരും വന്നില്ലല്ലോ. അപ്പം ഇതാണ് ഇവരുടെ അതായത് പുകമറ സൃഷ്ടിച്ച ആളുകളെ പൊട്ടന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദളിത് വിഭാഗം ഈ കഴിഞ്ഞ ദിവസം ധനുഷ് കൊണ്ടുവന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി UP-യിൽ പോയി അവിടെ ദളിത് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി കണ്ടം വഴി ഓടിച്ചു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വലിയ വിഭാഗം, അതായത് അവിടുത്തെ മായാവതിക്കൊപ്പം നിന്നിരുന്ന ദളിത് വിഭാഗത്തിന്റെ ഏതാണ്ട് ഒരു 90% BJP-ക്കൊപ്പം പോവുകയായിരുന്നു ഇവര്. കാരണം അവർക്ക് നേട്ടമുണ്ടാകുന്ന, അവരെ സഹായിക്കുന്ന ആള് വരുമ്പോൾ അവർ സ്വാഭാവികമായും അത്തരത്തിലേക്ക് തന്നെ പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതാണ് അവിടെയും സംഭവിച്ചത്. അതല്ലാതെ അതിന്റെ മാജിക്കുകൾ ഒന്നും തന്നെയില്ല. അപ്പൊ ആ ജാതി രാഷ്ട്രീയം തീർന്നു. പിന്നെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഈ മതം മാറ്റുന്നതിനൊക്കെ ഒരു റീസൺ വേണം. ആ ഒരു റീസൺ ആണ് ഈ പറയുന്നത്. ഈ പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു നല്ല സഭയുടെ പള്ളി കോമ്പൗണ്ടിൽ കയറാൻ പറ്റാത്ത ടീമുകളാണ് ഈ പറയുന്നത്. അവിടെ ഡെഡ് ബോഡി പോലും ആ പള്ളി കോമ്പൗണ്ടിൽ കയറ്റാനോ, ഇല്ലെങ്കിൽ അവിടെ പോയി കുർബാന പങ്കെടുക്കാനോ, ഇല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും പെമ്പിള്ളേരെ കല്യാണം ആലോചിക്കാനോ പോലും യോഗ്യതയില്ലാത്തവനൊക്കെയാണ് ഹിന്ദുക്കളുടെ ഇടയിലെ ജാതി മാറ്റാൻ വേണ്ടി നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഈ ഹിന്ദുക്കൾക്കിടയില് ജാതിയും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നുമില്ല. അത് ഇന്ത്യയില് നമ്മള് ഉടനീളം സഞ്ചരിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. പിന്നെ ഗോത്രവർഗ്ഗങ്ങളും മറ്റും അവരവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ BJP സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ലായിരുന്നു. കാരണം ഇന്ത്യയിലെ ദളിത് പിന്നോക്ക OBC വിഭാഗം 80% ഉണ്ട്. ആ 80% വോട്ട് നേടാതെ എങ്ങനെയാണ് മോദിക്ക് ഏതാണ്ട് 42% വോട്ട് നേടാൻ പറ്റുന്നത്? അവര് വോട്ട് ചെയ്യാതെ നടക്കില്ലല്ലോ എന്തായാലും. ഏറ്റവും വലിയ പിന്നോക്ക സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ബീഹാർ, UP ഒക്കെ. കാരണം UP-യിലൊക്കെ ബ്രാഹ്മണർ 10% ഉള്ളൂ. അവിടെ എങ്ങനെയാണ് BJP തുടർച്ചയായി ഭരിക്കുന്നത്? ബീഹാറിൽ അവരിപ്പോ തുടർച്ചയായിട്ടല്ലേ ഭരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പിന്നെ അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ പിന്നോക്കക്കാരില്ലേ? ഈ കുതിരക്കച്ചവടം ചാക്കിട്ട് പിടുത്തം എന്നൊക്കെ പറയും. 25 വർഷമായിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. ഇത്ര കൊല്ലമായിട്ടും നരേന്ദ്രമോദി ചാക്കിട്ട് പിടിച്ചാണ് നിൽക്കുന്നതെന്നാണ് ഇവരുടെ വിചാരം. അല്ല, അത് അവരങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അവർക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ചാനലുകൾ കുറച്ചു പേരെങ്കിലും ഒക്കെ ഒരു യാഥാർത്ഥ്യം, പക്ഷെ അവർക്ക് ശീലിച്ച ഒരു കാര്യമുണ്ട്. അവർ പഠിച്ചു വളർന്നത് മുഴുവൻ SFIയുടെ ലീഡർമാരായിട്ടാണ്. ഈ ക്യാമ്പസ് കോളേജുകളിൽ SFIയുടെ കൺവീനർമാരായിട്ടും ഗുണ്ടകളായിട്ടും പിരിവുകളായിട്ടും ഉള്ളവരൊക്കെ നാളെ മാധ്യമ പ്രവർത്തനത്തിന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ പാർട്ടി സഖാക്കന്മാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ അവർക്കറിയൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഈ മൂടുകുലുക്കി പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷി ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, അതിന്റെ ധാരണ അത് മൂടുകുലുക്കുന്നുണ്ടാണ് ഈ ലോകം ചലിക്കുന്നത് എന്നാണ് അതിന്റെ ഒരു ധാരണ. മൂടുകുലുക്കി എന്നാണോ പറയുന്നത്? നമ്മളിവിടെ വേറൊരു പറയുന്നത്. അല്ല മൂടുകുലിക്കുന്നല്ല ഇവിടെ പറയുന്നത്. ഞാനത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ അത് പറയാഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഉള്ളൊരു പക്ഷിയെ പോലെയാണ് ഇവന്മാരും ഈ പാർട്ടിക്കാരൊക്കെ. ഇവരുടെ ധാരണ ഇവർ പറയുന്നത് കണക്കാണ് ഈ രാജ്യം ചിന്തിക്കുന്നത്, ഇവർ പറയുന്നത് കണക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ളവരും വേണം. ഒരേപോലെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യമെങ്കിൽ അതിനൊരു ഗുമ്മുണ്ടാകില്ല. എതിർക്കുന്നവരുണ്ടാകണം, വിഘടനവാദ സ്വഭാവമുള്ളവരുണ്ടാകണം, കുത്തിത്തിരിപ്പുകാരുണ്ടാകണം. എന്നാലേ ഒരു മജ ഇതുണ്ടാകത്തുള്ളൂ, ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരിയ്ക്കട്ടെ എന്ന് തന്നെയാണ്. അതൊരു അതിര് വിടുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. അതിര് വിട്ടില്ലെങ്കിൽ നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇപ്പൊ നമ്മളെ തന്നെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരുപാട് പേരില്ലേ, അത് നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് അവരുടെ ഒരു രീതി. ഇതൊക്കെയാണ് ജാതി രാഷ്ട്രീയത്തെ തകർക്കാനായിട്ട് ആ ഒരു സംഭവത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം.